നിന്നാൽ മതിയോ? പുതിയൊരു വീഡിയോ ചെയ്യണ്ടേ? അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നിന്നാൽ പോരാ, എൻ്റെ കൂടെ കയറുക, നമുക്ക് വീഡിയോ അൺബോക്സിങ്ങിലേക്ക് പോകാം. കമോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗമായ വേളൂർ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ കൂടെയാണ്. ഇവിടെ വരാനുള്ള ഒരു കാരണം, ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് തിമോത്തി എന്നാണ്. അദ്ദേഹം ഒരു കയാക്ക് ഡെക്കാത്തലോൺ വഴി ഓർഡർ ചെയ്ത് വരുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ഞങ്ങൾക്ക് അൺപാക്ക് ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചു. പുള്ളി അത് തരാമെന്ന് സമ്മതിച്ചു. അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്, ഇതിൽ കയറുന്നത്. ഇതിന് മുൻപ് ഒരു തവണയോ മറ്റോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഞാനും എക്സൈറ്റ്മെൻറ്റിലാണ്, അത് കാണാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ കയാക്ക് അൺപാക്കിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് പതിയെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഒരല്പം ദൂരം നടന്നങ്ങോട്ട് പോകണം. നമുക്ക് ഇവിടെ വണ്ടി ഇടാം. അപ്പോൾ ഇവിടെ ഒരു പറമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ കയാക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു ഗുണമുള്ളത്, നമുക്ക് തൊട്ടടുത്ത് തന്നെ പാടശേഖരമുണ്ട്, വെള്ളമുണ്ട്, നേരെ എടുത്ത് അതിനകത്ത് ഇട്ടാൽ മതി. അപ്പോൾ കോക്ടെയിൽ ഫ്രെയിംസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേടാ, ഇവിടെ എവിടെയാണല്ലോ വരാമെന്ന് പറഞ്ഞത്? ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കയാക്ക്. അൺബോക്സ് ചെയ്യുന്നു, നേരെ എടുത്ത് തോട്ടിലിടുന്നു, യാത്ര ചെയ്യുന്നു. ഇത് മൊത്തം ഒറ്റയ്ക്ക് എന്നെ കൊണ്ടിരിക്കാൻ പറ്റുമെന്നൊന്നുമില്ല, കുറച്ച് പേരെ കൂടെ പോയി. അല്ല, ഇതിങ്ങനെ കരയ്ക്ക് വെച്ചോണ്ടിരുന്നാൽ മതിയോ? വെള്ളത്തിലിടണ്ടേ? വെള്ളത്തിലിറക്കണമെങ്കിൽ തുഴ വേണം. ഈ തുഴ, ഇതാണ് തുഴ. ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ കയാക്കുമായി തുഴയായി. ഇതുമായിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങത്തില്ല, എന്നാലും എങ്ങാനും മുങ്ങിപ്പോയാൽ എനിക്ക് നീന്തൽ അറിയത്തില്ല. അതുകൊണ്ട് ജാക്കറ്റുണ്ട്, ഇതിൻ്റെ കൂടെ വരുന്നതാണ്. നിങ്ങളും നീന്തൽ അറിയാമെങ്കിലും ഇത് ഇട്ടുകൊണ്ടേ ഇതിൻ്റെ പുറത്ത് കയറാവുള്ളൂ. എനിക്ക് പേടിയായതുകൊണ്ടേ ആദ്യം വേറൊരുത്തിന് കയറ്റി വിട്ടാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് കയ്യിൽ ഇങ്ങനെ തുഴ പിടിച്ച് ഒരു വള്ളത്തിലൊരു യാത്ര. എന്തായാലും ഭയങ്കര ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇത് മേടിച്ച് ഇതിലിങ്ങനെ കയറി സ്വന്തമായിട്ട് തുഴ പിടിച്ച് തുഴഞ്ഞു പോകാനുള്ളൊരവസരം കിട്ടി. നമ്മൾ കരയിൽ നിന്ന് കായലിലേക്ക് കണ്ടത്തിലേക്കൊക്കെ നോക്കുന്ന ഒരു ഫീൽ അല്ല കേട്ടോ. ശരിക്കും നമ്മൾ ഇതിലിരുന്നുകൊണ്ട് നമ്മുടെ നാട് കാണുമ്പോൾ അതിന് വേറൊരു ഫീൽ വരുന്നുണ്ട്. ഇത് കോട്ടയത്ത് വേളൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ ക്യാമറമാൻ, എൻ്റെ സുഹൃത്തായ അവിനാഷിൻ്റെ നാടാണിത്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇതിന് മുൻപ് ചെയ്തിരിക്കുന്ന വീഡിയോയും ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും പാടശേഖരമാണ്. ഇത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്.
ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞാൽ ഇത് വെള്ളം ഇറക്കി വിട്ട് വീണ്ടും ഇവിടെ എന്താ നെൽകൃഷി. ഇതിപ്പോൾ സെപ്റ്റംബർ ആയില്ലേ, എനിക്ക് തോന്നുന്നു 1 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് കൃഷി വെള്ളം പറ്റിച്ച് കൃഷി ചെയ്യും. ശരിക്കും നമ്മൾ ഈ സാധനത്തിരുന്ന് വെള്ളത്തിലിറങ്ങിയ പിന്നെ തിരിച്ചു കയറി പോകാൻ തോന്നത്തില്ല. നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതിന് നമ്മുടെ തിമോത്തി എടുത്ത വില ഡെക്കാത്ലോണിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. ഏകദേശം 35,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് ഏതാണ്ട് 37,000 അടുത്ത് കിടപ്പുണ്ട്. ഡെക്കാത്ലോൺ ഏതാണ്ട് 10 ദിവസത്തെ ഡിലേയിലാണ് നമുക്കിത് വീട്ടിൽ ഡെലിവറി എത്തിക്കും. അത്യാവശ്യം 2 പേർക്ക് നല്ല വെയിറ്റുള്ള ആളുകൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പാകത്തിനുള്ള ഒരു കയാക്ക് തന്നെയാണിത്. നിങ്ങൾക്ക് ഈ കയാക്ക് കണ്ടപ്പോൾ തന്നെ ഏകദേശം ചെറുതായിട്ട് ക്ലിക്ക് അടിച്ചിട്ടുണ്ടാവും. ഇതിനു മുൻപ് യൂട്യൂബ് കണ്ടിരിക്കുന്ന നിങ്ങളാരും ഈ ഒരു കയാക്ക് കാണാതിരിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ തന്നെ നാട്ടുകാരനായ ഏറ്റവും ഇപ്പം നിലവിൽ യൂട്യൂബിൽ പ്രശസ്തനായി നിൽക്കുന്ന സെബിൻ സിറിയക്ക് ഫിഷിംഗ് ഫ്രീക്കൻ കുറച്ച് നാൾ മുൻപ് വാങ്ങി ഓൾറെഡി റിവ്യൂ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണിത്. ആ സെയിം സാധനമാണ്. അന്നത് കണ്ടപ്പം മുതൽ ഇതുപോലത്തെ ഒരെണ്ണത്തിൽ വാങ്ങണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമാണ്. അതല്ലെങ്കിലും ഇതുപോലെ തരപ്പെട്ട് കിട്ടിയാൽ ഒന്ന് കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ആ പ്രത്യേകത എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിലേക്ക് അത് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഞാൻ ബിബിൻ, ക്യാമറയ്ക്ക് പിന്നിൽ നമ്മുടെ പ്രിയങ്കരൻ അവിനാഷ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ. ഇതാണ് ഇന്ന് നമ്മൾ ശരിക്കും ഞങ്ങൾ ആ കാണുന്നിടത്ത് വരെ പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ തുഴക്കാരൻ സൂപ്പർ ആയതുകൊണ്ട് ഞങ്ങൾ കടലിൽ കിടന്ന് വട്ടം കറങ്ങും.